സഖാവ് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും ഒരവസരം കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു. ദേശീയ തലത്തിൽ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായി. ത്രിപുരയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു. ഇനി കേരളത്തിലും CPM നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. ഇടതുപക്ഷം ഒരു സംസ്ഥാനത്ത് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അതാണിന്ന് പശ്ചിമബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ല. CPM പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തുന്നു. പാർട്ടി പ്രവർത്തകന്മാർക്ക് വീടുകളിൽ കിടന്നുറക്കാൻ കഴിയുന്നില്ല. ത്രിപുരയിൽ നമ്മുടെ പാർട്ടിയുടെ നിരവധി സഖാക്കൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ കൊല ചെയ്യപ്പെട്ടു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച് തകർത്തു. നൂറുകണക്കിന് വീടുകളിൽ നിന്ന് പാർട്ടി സഖാക്കൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരികയും വീട് തകർക്കുകയും ചെയ്തു. അവരെ രക്ഷിക്കാൻ CPIM സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോൾ ഈ കേരളത്തിൽ നിന്ന് 7 കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങൾ നൽകി ത്രിപുരയെ സഹായിച്ചത്. നമ്മളൊന്ന് ഓർക്കണം, ഇവിടെ ഇടതുപക്ഷം തോറ്റിരുന്നെങ്കിൽ ഇവിടെയും ഇത് തന്നെ സംഭവിക്കുമായിരുന്നു. ഇന്ന് CPM പ്രവർത്തകന്മാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലുള്ളത് കൊണ്ടാണ് എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തിരുവല്ലയിൽ സഖാവ് സന്ദീപ് മൃഗീയമായി RSSകാർ കൊലപ്പെടുത്തി. വിദ്യാർത്ഥി പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ വന്ന് ജനങ്ങളുടെ പ്രിയങ്കരനായി മാറി ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച് 27 കൊല്ലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ഭരിച്ച പഞ്ചായത്ത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു. അതിൻ്റെ പക തീർക്കാനാണ്. ആ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകൻ എന്ന രീതിയിൽ മനസ്സിലാക്കി സന്ദീപിന് ജീവിച്ചിരുന്നുകൂടാ എന്ന് കണ്ട് ആസൂത്രണം ചെയ്തൊരു കൊലപാതകമാണ് തിരുവല്ലയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൊലപാതകം. 6 കൊല്ലത്തിനിടയിൽ CPIMൻ്റെ 20 സഖാക്കൾ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ 15 പേരെ കൊന്നത് RSSകാരാണ്, BJPക്കാരാണ്. 5 പേരെ കൊന്നത് കോൺഗ്രസ്സുകാരും STPക്കാരുമാണ്. RSSകാർ കേരളത്തിൽ നമ്മുടെ പാർട്ടിയുടെ 300ഓളം സഖാക്കളെ ഇതിനകം കൊലപ്പെടുത്തി. CPIM പ്രവർത്തിക്കുന്നത് അത് ശത്രുവർഗം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരെല്ലാം ഒത്തുകൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ എല്ലാ പണിയും നടത്തി. ഇടതുപക്ഷത്തിനിവിടെ ഭരണം ഇല്ലായിരുന്നുവെങ്കിൽ അവരുദ്ദേശിച്ച കാര്യം ഇവിടെ നടക്കുമായിരുന്നു. ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ എപ്പോഴും ഇടതുപക്ഷം ഇവിടെ ഉണ്ടാകണം, CPIM കേരളത്തിൽ ശക്തമായി നിലകൊള്ളണം എന്ന നിലപാട് സ്വീകരിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. ശക്തമായ മതനിരപേക്ഷ അടിത്തറയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഈ അടിത്തറ തകർത്താലേ RSSനും ജമാഅത്തെ ഇസ്ലാമിക്കും STPIക്കും കേരളത്തിൽ കടന്നു കയറാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
വർഗീയ ശക്തികൾ ആപൽക്കരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗ് ഇത്രയും കാലം അവകാശപ്പെട്ടത് ഞങ്ങൾ ഒരു മതേതര പാർട്ടിയാണെന്നാണ്. എന്നാൽ കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന റാലി സാക്ഷ്യപ്പെടുത്തിയത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നാണോ? മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് മതത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. വർഗീയതയാണ് ലീഗിൻ്റെ മുഖമുദ്ര എന്ന് തെളിയിച്ചില്ലേ? ആ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പ്രസംഗിച്ചു, മുസ്ലിം ലീഗിൻ്റെ നേതാവ് പ്രസംഗിച്ചത് മതമാണ് പ്രശ്നം എന്നാണ്. മതം അപകടത്തിൽ എന്ന പ്രചാരവേലയാണ് മുസ്ലിം ലീഗ് അഴിച്ചുവിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് സമസ്ത ബഹുമാനനായ ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്ത പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് തനി വർഗീയ പ്രചരണമാണ് നടത്തുന്നത് എന്ന് സമസ്തക്ക് പരസ്യമായി പറയേണ്ടി വന്നു. മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് ലീഗിനെ ഒറ്റപ്പെടുത്തും. മുസ്ലിം ലീഗിനെ ഇപ്പോൾ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്. കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധം പാടില്ല എന്നാണ് ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത്. ഇതിന് ലീഗിനൊരു ഉദ്ദേശമുണ്ട്. മുസ്ലിം ബഹുജനങ്ങളെ മാർക്സിസ്റ്റ് വിരുദ്ധരാക്കി മാറ്റുക, എന്നിട്ട് BJPയുമായി ബന്ധം സ്ഥാപിക്കുക. വിദ്യാപ്രബന്ധത്തിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നു വരാൻ RSSന് സാധിച്ചിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗ് RSSന് കേരളത്തിൽ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ചോദിച്ചു, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല മതസംഘടനയാണോ? ഈ ചോദ്യം മുസ്ലിം ലീഗിനെ ജാമ്യത്തിലെടുക്കാൻ രംഗത്ത് വന്നത് ആരാണെന്ന് കണ്ടില്ലേ?
കുമ്മനം രാജശേഖരൻ, RSSൻ്റെ നേതാവ് കുമ്മനം രാജശേഖരൻ്റെ പ്രസ്താവന ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിനെ ന്യായീകരിക്കാനാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മതത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന RSS മതത്തെ അടിസ്ഥാനമാക്കി മുസ്ലിം ലീഗ് പ്രവർത്തിക്കണം എന്നാണ് RSS ഉദ്ദേശിക്കുന്നത്. ഇത് മുതലെടുക്കാനാണ് RSS ഉദ്ദേശിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ സാധിക്കാത്ത RSS പ്രവൃത്തികൾക്ക് കടന്നു വരാനുള്ള അവസരം സൃഷ്ടിക്കുന്ന സമീപനത്തിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം ചെന്നെത്തിയിരിക്കുകയാണ്. വളരെ ആപൽക്കരമായ രാഷ്ട്രീയമാണ് ഇവിടെ അവർ കൈകാര്യം ചെയ്യുന്നത്. കുമ്മനം രാജശേഖരൻ പറയുന്നത് CPM ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി യാതൊരു ബാധ്യതയുമില്ലാത്ത RSSൻ്റെ നേതാവ്, BJP നേതാവ് മുസ്ലിം ലീഗിനെ വെള്ളപൂശാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഭാവി കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്ന മുസ്ലിം ലീഗും BJPയും തമ്മിൽ വളർന്നു വരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കോലി സഖ്യം ഉണ്ടാക്കിയവരാണ് കേരളത്തിൽ BJPയും മുസ്ലിം ലീഗും. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ രഗ്നസിംഗിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മുസ്ലിം ലീഗും BJPയും കോൺഗ്രസും ഒന്നിച്ച് പ്രവർത്തിച്ചത് കേരളം മറന്നിട്ടില്ല. 1991 ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ TK ഹംസയെ തോൽപ്പിക്കാൻ ഒരു RSSകാരനെ സ്ഥാനാർത്ഥിയാക്കി. അന്ന് പാണക്കാട്ട് തങ്ങൾ ബേപ്പൂരിൽ പോയി പറഞ്ഞില്ലേ, മാധവൻ കുട്ടി RSSകാരൻ നമ്മുടെ സ്വന്തം കുട്ടിയാണ്, TK ഹംസയെ തോൽപ്പിക്കണം. ഈ മൂന്ന് കൂട്ടരും യോജിപ്പുണ്ടാക്കി ബേപ്പൂരിൽ മത്സരിച്ചപ്പോൾ അവിടെ ജയിച്ചത് മാധവൻകുട്ടിയല്ല, സഖാവ് TK ഹംസയായിരുന്നു. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ അന്ന് ജയിച്ചത് അവരുടെ സ്ഥാനാർത്ഥി രത്നസിംഗ് അല്ല, KP ഉണ്ണികൃഷ്ണനായിരുന്നു. പല പഞ്ചായത്തുകളിലും ഇത്തരം കൂട്ടുകെട്ടുണ്ടാക്കി അവർ പരീക്ഷിച്ചു. ഇനി ഇത് മറനീക്കി പുറത്തു വരാൻ പോവുകയാണ്. BJP ഓരോ സംസ്ഥാനത്തും കടന്നു വരാൻ ആരുമായും കൂട്ടുകൂട്ടും. അത് RSSൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. ജമ്മു കാശ്മീരിൽ കടക്കാൻ RSS പ്രയോഗിച്ച തന്ത്രം എന്തായിരുന്നു? മുസ്ലിം ബഹുജനങ്ങളുടെ പാർട്ടിയായ PDPയുമായി ജമ്മു കാശ്മീരിൽ മുന്നണിയുണ്ടാക്കി. മുസ്ലിമുകളാണ് ശത്രു, മുസ്ലിമുകൾ ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിക്കുന്ന RSS എങ്ങനെ ജമ്മു കാശ്മീരിൽ PDPയുമായി മുന്നണി ഉണ്ടാക്കി? ആ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് ജമ്മു കാശ്മീരിൽ BJP അവരുടെ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ചത്. അവർ വിശ്വസിച്ച PDP ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാകെ അട്ടിമറിച്ചത് ഈ കൂട്ടുകെട്ടിൻ്റെ തുടർച്ചയായിരുന്നില്ലേ? കേരള രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ കഴിയാത്ത RSS അവരുടെ അണിയറയിൽ നടക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ കുമ്മനം രാജശേഖരൻ നടത്തിയിട്ടുള്ള ലീഗിന് അനുകൂലമായ ഈ പരസ്യമായ നിലപാട്. ഇത് അന്ധമായ മാർക്സിസ്റ്റ് വിരോധം പ്രചരിപ്പിച്ച് കേരളത്തിനൊരു ഇടതുപക്ഷ വിരുദ്ധ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമോചന സമരകാലത്തുണ്ടാക്കിയതുപോലുള്ള ഒരു വിശാലമായ ഇടതുപക്ഷ വിരുദ്ധ മുന്നണി ഉണ്ടാക്കാൻ ഉള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്. അതിന് കളമൊരുക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ വഖഫ് ബോർഡ് പ്രശ്നത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ ഗോഗ്വ വിളി. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടണമെന്ന തീരുമാനമെടുത്തത് CPIM അല്ല, വഖഫ് ബോർഡാണ് തീരുമാനിച്ചത്. അവർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. 2017 മന്ത്രിസഭ അതിന് അംഗീകാരം കൊടുത്തു. 2017 മന്ത്രിസഭ ഈ തീരുമാനമെടുത്ത് അത് പുറത്തു വന്നപ്പോൾ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് എതിർത്തില്ല? കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ കാണിച്ച ആവേശം ആത്മാർത്ഥമാണെങ്കിൽ മന്ത്രിസഭ തീരുമാനമെടുത്തപ്പോൾ അവർ എതിർക്കണ്ടേ?
മുഖ്യമന്ത്രിയെ കണ്ട് പറയണ്ടേ ഞങ്ങൾക്കിതിനോട് യോജിപ്പില്ല എന്ന്? അവർ പറഞ്ഞില്ല. 2020 ഇത് സംബന്ധിച്ച ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചപ്പോൾ ഇന്നലെ കോഴിക്കോട്ട് പ്രകടിപ്പിച്ചതുപോലുള്ള ഒരു പ്രകടനം അന്ന് എന്തുകൊണ്ട് നടത്തിയില്ല? 2021 ഇലക്ഷൻ നടന്നപ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ ഓർഡിനൻസ് നിലനിൽക്കുന്ന സന്ദർഭത്തിലല്ലേ ഇലക്ഷൻ നടന്നത്? ആ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ വഖഫ് ബോർഡ് പ്രശ്നം PSCക്ക് വിടാൻ എടുത്ത ഓർഡിനൻസിനെതിരെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവ് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭണം ആത്മാർത്ഥതയില്ലാത്തതും മുസ്ലിം ലീഗിൻ്റെ അണികളെ കബളിപ്പിക്കാനുമാണ്. ഇപ്പോൾ നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗ് ചർച്ചയിൽ പങ്കെടുത്തു. അവരാവശ്യപ്പെട്ടത് എന്തായിരുന്നു? വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുമ്പോൾ അവിടെ കുറച്ച് താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്, 20ഓളം പേർ. ആ താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിച്ചുകൊണ്ട് വേണം ഭാവി നിയമനങ്ങൾ PSCക്ക് വിടാൻ. അതിനൊരു വകുപ്പ് ഇതിൽ കൂട്ടിച്ചേർക്കണം എന്നല്ലേ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുള്ളൂ. ഒടുവിൽ ആ ബില്ല് വോട്ടിനിട്ടപ്പോൾ മുസ്ലിം ലീഗ് ഒരു പോള് പോലും ചോദിച്ചില്ലല്ലോ. വോട്ടെടുപ്പ് ചോദിച്ചില്ല നിയമസഭയിൽ. ശബ്ദ വോട്ടെടുപ്പോടു കൂടിയാണ് ആ ബില്ല് പാസ്സാക്കിയത്. മുസ്ലിം ലീഗിന് അത്ര എതിർപ്പുള്ളൊരു ബില്ലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും? മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നടുത്തളത്തിൽ ഇറങ്ങില്ലേ? ഞങ്ങളിതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടുത്തളത്തിലിറങ്ങി ആ ബില്ല് വലിച്ചു കീറില്ലേ? കോഴിക്കോട്ട് കടപ്പുറത്ത് ആക്രോശിച്ച ലീഗ് MLA-മാർ എന്തുകൊണ്ട് നിയമസഭയിൽ ഇത് ചെയ്തില്ല? അപ്പോൾ വഖഫ് ബോർഡ് നിയമനത്തിൻ്റെ പ്രശ്നമല്ല. വഖഫ് ബോർഡിൽ ആകെയുള്ള ജീവനക്കാർ എത്രയാണെന്നറിയോ? 132 ജീവനക്കാരാണ്. ഓരോ വർഷവും ഒരു 3-4 ആളുകൾ വിരമിക്കും. അത്തരം നിയമനങ്ങളാണ് PSCക്ക് വിട്ടിരിക്കുന്നത്. അല്ലാതെ മുസ്ലിം പള്ളികളുമായി പെട്ട ഒരു നിയമനവും PSCക്ക് വിട്ടിട്ടില്ല. ഇത് മുസ്ലിം ബഹുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണ കോലാഹലമാണ്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതിൻ്റെ പേരിൽ നടത്തുന്ന ഈ കലാപം. അവർ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നിങ്ങളുടെ ആശങ്കകളൊക്കെ ദൂരീകരിച്ചിട്ട് മാത്രമേ ഇത് ഞങ്ങൾ നടപ്പാക്കുള്ളൂ. PSCക്ക് വിടാനെടുത്ത തീരുമാനം എല്ലാവരുമായും ചർച്ച ചെയ്തിട്ടേ നടപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ കലാപം സംഘടിപ്പിക്കുന്നത്? ഇതിൻ്റെ മതം അപകടത്തിൽ എന്ന് പ്രചരിപ്പിച്ച് മുസ്ലിം ബഹുജനങ്ങളെ രംഗത്തിറക്കുക എന്ന ആസൂത്രിതമായ തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കോഴിക്കോട്ട് കടപ്പുറത്ത് ലീഗ് റാലി നടത്തിയപ്പോൾ RSSനെതിരായി ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ട് ഒരു ശബ്ദം അവിടെ ഉണ്ടായോ? മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും ഗവൺമെന്റിനെതിരായും പ്രസംഗിച്ചവർ എന്തുകൊണ്ട് BJP ഗവൺമെന്റിനെതിരായി ഒന്നും സംസാരിച്ചില്ല? പൗരത്വ നിയമ ഭേദഗതി പാസാക്കിയ, മുസ്ലിമുകളെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റിയ BJPയെക്കുറിച്ച് മുസ്ലിം ലീഗിന് മൗനം. അവരാരെങ്കിലും ഒരു വാചകം സംസാരിച്ചോ? ഇപ്പം BJPയെ അവർ വെള്ളപൂശുന്നു. രാജ്യത്താകെ മുസ്ലിം വിരുദ്ധ വേട്ട നടത്തുന്ന RSSനോട് അവർക്ക് വിരോധമില്ല. അവർക്ക് CPMനോടാണ് വിരോധം. തലശ്ശേരിയിൽ RSS ഒരു പ്രകടനം നടത്തി. മുസ്ലിം പള്ളികൾ ഞങ്ങൾ പൂട്ടിക്കും, നിസ്കാരം ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് സംസാരിച്ച അവിടെ മതമൈത്രിയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷം മുന്നോട്ട് വന്നു. മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് യാതൊരു എതിർപ്പ് പ്രകടിപ്പിക്കാത്ത എന്താണ്? ആ മുദ്രാവാക്യം വിളിച്ചവർ RSSകാരാണ്, BJPക്കാരാണ്. അതുകൊണ്ട് അതിനെ മുസ്ലിം ലീഗ് എതിർക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം അത് എവിടത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്?
അവർ രാഷ്ട്രീയമായി എതിർത്തുകൊള്ളട്ടെ, CPM-നെ എതിർക്കട്ടെ, LDF ഗവൺമെൻറ്റിനെ എതിർക്കട്ടെ, LDF നയങ്ങളെ അവർ എതിർക്കട്ടെ. അതിനു പകരം മുഖ്യമന്ത്രി ജനിച്ച സമുദായത്തെയും മുഖ്യമന്ത്രിയുടെ പിതാവിൻ്റെ ജോലിയെയും ആക്ഷേപിക്കുന്ന രീതി മുസ്ലിം ബഹുജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതാണോ രാഷ്ട്രീയ സംസ്കാരം? ഇതാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകേണ്ടുന്ന സമീപനം? റിയാസും വീണയും തമ്മിൽ വിവാഹിതരായി. നിയമാനുസൃതമായി നടന്നൊരു വിവാഹമാണത്. ആ വിവാഹം ഒരു മുസ്ലിം ലീഗ് നേതാവോടെ പ്രസംഗിച്ചതെന്താ? അത് കല്യാണമല്ല, വ്യഭിചാരമാണെന്നാണ്. എന്നിട്ട് പിറ്റേ ദിവസം മാപ്പ്. ഇത് നല്ല പരിപാടിയാണ്. പറയേണ്ട ചീത്ത മുഴുവൻ പറയുക, എന്നിട്ട് മാപ്പ് എന്ന് പറയുക. ഇപ്പം ഞാനും ഇവിടെ കുറേ തെറി വിളിച്ച് പറയുക, ലീഗുകാരെ അധിക്ഷേപിക്കുക, അവരുടെ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുക, എന്നിട്ട് നാളെ പറയുക മാപ്പാക്കണം. ബോധപൂർവം പറഞ്ഞതാണത്. ഇതൊരു ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അവിടെ ഇരുന്ന PK കുഞ്ഞാലിക്കുട്ടി തടഞ്ഞില്ല? അവിടെ ഇരുന്ന സാദിഖ് അലി തങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? അവരപ്പോൾ പറയണ്ടേ ഈ പ്രസംഗം ഞങ്ങൾ യോജിക്കുന്ന പ്രസംഗമല്ല എന്ന വേദിയിൽ എഴുന്നേറ്റ് പറയാൻ എന്തുകൊണ്ട് ആർജവം കാണിച്ചില്ല? അവരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇവരെല്ലാം ഈ പ്രസംഗം നടത്തിയത്. ആളുകളെ ഇളക്കി വിട്ടു, നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് ഇളക്കി വിടുകയല്ലേ അവർ ചെയ്തത്? മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് ഇതിൽ നൊഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഇങ്ങനെയാണോ കേരള രാഷ്ട്രീയം ഇവർ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവരെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവരുടെ ഓരോരുത്തരുടെയും ചരിത്രം പറയുന്നവർ ഈ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലേ? ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കണോ? ഞങ്ങളത് പറയുന്നില്ല. കാരണം ഞങ്ങളുടെ സംസ്കാരം അതിന് യോജിച്ചതല്ല. രാഷ്ട്രീയം അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. രാഷ്ട്രീയ വിഷയങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. അവരുടെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ വിലപ്പോകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുമായി അവർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാര്യമാണ് കഷ്ടം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ സമീപനത്തെ അപലപിച്ചോ? മുസ്ലിം ലീഗിനെ വർഗീയ വിഷം തുപ്പുന്ന ഒരു റാലി നടത്തിയപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് ശരിയല്ല എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും ആർജവം ഉണ്ടായില്ലല്ലോ. കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നത് ഹൈക്കമാൻഡല്ല, മുസ്ലിം ലീഗാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അവർക്ക് മൗനം പാലിക്കേണ്ടി വരുന്നത്. കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടണമെങ്കിൽ ലീഗ് വേണ്ടേ? കണ്ണൂർ ജില്ലയിൽ അവർക്ക് കിട്ടിയ ഇരിക്കൂർ, പേരാവൂർ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കിട്ടുമോ? പട്ടപൂജ്യമായിരിക്കില്ലേ? മലബാറിൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമോ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ? ഈ ഭയം കാരണം ലീഗിന് വിധേയമായി നിൽക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഈ സമീപനം മതനിരപേക്ഷ പ്രസ്ഥാനമെന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇടയാക്കുന്നത്. കോൺഗ്രസ്സിന് ഇത്തരം വർഗീയ ശക്തികളെ എതിർക്കാനുള്ള കെൽപ്പ് നഷ്ടപ്പെട്ടു. RSSനെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വർഗീയത എതിർക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി പോലും അവർ കൂട്ടുകൂടുന്നു. ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്ന ആപൽക്കരമായ രാഷ്ട്രീയ നീക്കം. ഇതിനെ നാം ചെറുത്തു തോൽപ്പിക്കണം. സഖാക്കളെ, ഈ പുതിയ വെല്ലുവിളി നാം ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. നമ്മുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ബഹുജനങ്ങളെ CPM-ലേക്ക് അണിനിരത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ. നമുക്കത് സാധിക്കും. ഇവരെല്ലാം കൂടി ഒരു പുതിയ പടയൊരുക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പശ്ചിമബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഗവൺമെൻറ് വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മഹാസഖ്യമുണ്ടാക്കി ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത്. അത്തരം മഹാസഖ്യം
ഇവിടെ രൂപീകരിക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഇതിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തും. ഈ വെല്ലുവിളി കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ നേരിടുക തന്നെ ചെയ്യും. ജനപിന്തുണയോടുകൂടി ഇത്തരം നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കും. അതിന് സാധ്യമാകുന്ന വിധത്തിൽ CPIM-നെ ഇന്നുള്ളതിനേക്കാൾ ബഹുജന സ്വാധീനമുള്ള പ്രസ്ഥാനമാക്കി മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ആവേശം നൽകുന്ന സമ്മേളനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം. ഇവിടുത്തെ സംഘാടകന്മാർ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. മാടായേറിയ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഒരു ജില്ലാ സമ്മേളനം ലഭിച്ചപ്പോൾ ജനപങ്കാളിത്തത്തോടുകൂടി ഏറ്റവും നല്ല സമ്മേളനമാക്കി മാറ്റാൻ ഇവിടുത്തെ സംഘാടകന്മാർക്ക് സാധിച്ചു. ജനങ്ങൾ സമ്മേളന സ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഈ പാർട്ടിയെയും സഖാക്കളെയും ജനങ്ങളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ഇതേ നിലയിൽ തന്നെ ആയിരിക്കണം ഏപ്രിൽ മാസം കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ്. കണ്ണൂരിൽ ആദ്യമായിട്ടാണ് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത്. അത് ഏപ്രിൽ മാസമാണ് നടക്കുക. ആ സമ്മേളനം വിജയിപ്പിക്കാൻ ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വീടുകളും തയ്യാറെടുക്കണം. അങ്ങനെ ഒരു ചരിത്ര സംഭവമായി മാറണം. രാജ്യം ശ്രദ്ധിക്കണം. CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് രാജ്യത്തിന് ഒരു പുതിയ സന്ദേശം നൽകും. എങ്ങനെ BJP ഗവൺമെൻറ്റിനെ തോൽപ്പിക്കാൻ സാധിക്കും, അതിനാവശ്യമായ നയങ്ങൾ പാർട്ടി കോൺഗ്രസ് രൂപീകരിക്കും. രാജ്യമാകെ കണ്ണൂരിലേക്ക് ആ സന്ദർഭത്തിൽ ഉറ്റുനോക്കുന്ന അവസ്ഥയുണ്ടാകും. അതിന് സഹായകമായ വിധത്തിൽ ഉള്ള പോരാട്ടങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കോൺഗ്രസിൻ്റെ സംഘാടനത്തിലും വ്യവകാണിച്ച് രംഗത്ത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ.